ഇന്ന് നമുക്കൊരു വെറൈറ്റി ചട്നി ഉണ്ടാക്കിയാലോ. കോളിഫ്ലവർ ചമ്മന്തി. ഇത് കോളിഫ്ലവർ കൊത്തി നുറുക്കിയത്, തേങ്ങ ചിരണ്ടിയത്, ഒരു ചെറിയ കരിവേപ്പിലത്തണ്ട്, ചെറിയ ഉള്ളി അരിഞ്ഞത്, വാളൻപുളി, വെളുത്തുള്ളി 2-3 കഷ്ണം. ഇതാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. തീ കത്തിച്ചിട്ട് കൊത്തി നുറുക്കിയ കോളിഫ്ലവർ ഒരു ചീനിച്ചട്ടിയിലോ ഫ്രൈങ് പാനിലോ ഇടുക. സ്വല്പം വെളിച്ചെണ്ണ ചേർക്കുക. പെട്ടെന്നത് വഴഞ്ഞു കിട്ടും. കുറച്ച് ടൈം എടുക്കും ഇത് നന്നായി മൂത്ത് കിട്ടുവാൻ. ഇതിപ്പോൾ നന്നായി വഴഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ വഴറ്റുക. എന്നാൽ അത് കരിയരുത്. കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് തേങ്ങ ചിരണ്ടിയത് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഈ ചമ്മന്തി വളരെ ടേസ്റ്റി ആയിരിക്കും. നന്നായി മൂപ്പിച്ചെടുക്കുക. ചുമന്ന കളറ് മൂപ്പിച്ചെടുക്കുക. അത് കുറഞ്ഞതൊരു 10 മിനിറ്റിന് മുമ്പ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. നോർത്ത് ഇന്ത്യയിലെ ഒരു സ്വാദിഷ്ടമായ ഒരു ചട്നിയാണിത്. നമുക്ക് ഡാൽ വയ്ക്കുമ്പോഴോ മോര് കൂട്ടാൻ്റെ കൂടെയോ ഒക്കെ ഈ ചട്നി വളരെ ടേസ്റ്റിയാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിയാനിട കൊടുക്കരുത്. തേങ്ങയ്ക്കുള്ളിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ഇടാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം. മുളകിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കുക. കൂടെ കറിവേപ്പില, പതുക്കെ നമുക്ക് കൂടത്തിലേക്ക് ഇടാം. അടുത്തത് നമുക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി നുറുക്കി വെച്ചത് ഒന്ന് മൂപ്പിക്കാം. ഇത് മുളക് പൊടിക്ക് പകരം നമുക്ക് മുഴുവൻ മുളകായിട്ടും ഉപയോഗിക്കാം. മുഴുവൻ മുളകിൻ്റെ പൊടിയല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വറുത്തെടുക്കുക. വെളുത്തുള്ളിയുടെ കുത്തിൽ മാറിക്കിട്ടണം. തീ കുറച്ച് വയ്ക്കുക. ഒന്ന് നന്നായിട്ട് മൂക്കണം. 2-3 സെക്കൻഡ് എടുക്കും ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടാൻ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും ഇതിൻ്റെ കൂടെ ഇടുക. പുളി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം.
ഇത് നമ്മൾ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്തിട്ടിടുക എല്ലാ മിശ്രിതവും. പുളി കൂടെ ചേർക്കാൻ മറക്കരുത്. കരിവേപ്പില, പുളി ഇതെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന, ഈ ചട്നിയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസാണ്. ഇനി സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ വെള്ളം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം.